മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. എങ്ങനെയുണ്ട് ഉച്ചഭക്ഷണം? കൊള്ളാം കൊള്ളാം, ബിരിയാണി എങ്ങനെ? സൂപ്പറാ. അപ്പൂപ്പന്റെ വീട് എവിടെ? എല്ലാ കുട്ടികളും വന്ന് ധരിച്ചിരിക്കുന്നത് മന്ത്രി അപ്പൂപ്പന്റെ വീട് തന്നെ. ഓണം കളർഫുൾ ആക്കാൻ കുട്ടികളുടെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. തിരുവനന്തപുരത്തെ വിവിധ സ്കൂളുകളിലെ കുട്ടികളും നമ്മോടൊപ്പമുണ്ട്. മന്ത്രി അപ്പൂപ്പനും കുട്ടിയോളും എന്ന കൈരളി ന്യൂസ് ഓൺലൈനിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്താ എല്ലാവരും ഹാപ്പി അല്ലേ? ഓണായിട്ടൊക്കെ എല്ലാവരും ഹാപ്പിയാണോ? ആദ്യം തന്നെ നമുക്കൊരു പാട്ടോടുകൂടി തുടങ്ങിയാലോ? പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി, ഈ പൂവിളിയിൽ മോഹം തമ്മിൽ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി, പൂവിളിയിൽ മോഹം തന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി. ഗംഭീരായി പാടി, എല്ലാരും ഗംഭീരായി പാടി. പാട്ട് പാടി. മോളെ പേരെന്താ? ഏത് സ്കൂളാ? കോട്ടകൽ. ഇനി പാട്ട് വേറെ കുട്ടി മക്കളെ പേര്? ഏത് സ്കൂളാ? ശിശു വിഹാർ. ഏതൊക്കെയാണ്? കോട്ടകൽ. വിവേകാനീഷ് മോഹൻ ശിശു മോഹൻ സർവോദയ സെൻട്രൽ വിദ്യാലയം. മോള് പേര് പറഞ്ഞില്ല. നിഹാരിക. ഓക്കെ, പുറകിലുള്ള കുട്ടികളെ. കുട്ടി കോട്ടങ്ങൽ. ഓ, ഈ ഓണ കാലത്ത് ഇങ്ങനെ മന്ത്രി അപ്പൂപ്പനെ നിങ്ങളെങ്ങനെ അടുത്ത് കാണുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പനാണ്, എന്താ തോന്നുന്നത്? ആണോ? മന്ത്രി അപ്പൂപ്പൻ എങ്ങനെ അടുത്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം എന്താ ചോദിക്കാനുള്ളത്? മന്ത്രി അപ്പൂപ്പന്റെ വീട് എവിടെ? മന്ത്രി അപ്പൂപ്പന്റെ വീട്. എല്ലാ കുട്ടികളും വന്ന് ധരിച്ചിരിക്കുന്നത് മന്ത്രി അപ്പൂപ്പന്റെ വീട് തന്നെ. എന്റെ വീട് ആണെന്ന പഴയ വീടല്ലേ, 102 വർഷം പഴക്കമുള്ള വീടാണ്. ഇത് മന്ത്രി ഔദ്യോഗിക വസതിയാണ്. സ്വന്തം വീട് ചെറുവയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ട്? അത് ചെറുവയ്ക്കൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉള്ളൂർ അറിയാം? ഉള്ളൂർ റോഡ് പോകുന്ന അറിയാം. 2 റോഡ്, ഒന്ന് മെഡിക്കൽ കോളേജിലെത്തിക്കും, ഒന്ന് വേറെ ആ ഭാഗത്താണ്. നിങ്ങളുടെ ഓണാഘോഷമൊക്കെ എവിടെ എത്തി? സമ്മതിച്ചോ ഓണാഘോഷത്തിന്? സ്കൂളിലെ ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. ആർക്കെങ്കിലും പ്രത്യേക അനുഭവം ഒക്കെ പറയാനുണ്ടോ? സ്കൂൾ അനുഭവം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഓണമായിരുന്നു. എന്താ പ്രത്യേകത? സദ്യ സൂപ്പറാണ്. 2 പായസോ? അത് ശരി. ഏത് സ്കൂളാ? കോട്ടണിയിലെ. കൊള്ളായിരുന്നു. നിങ്ങൾക്ക് എന്നും ഓണം പോലത്തെ ഭക്ഷണമൊക്കെ അല്ലേ? ഉച്ചയൂണൊക്കെ അല്ലേ? ഉച്ചഭക്ഷണമൊക്കെ ഓണം പോലത്തെ ഒരുപാട് വിഭവങ്ങളല്ലേ? എങ്ങനെയുണ്ട് ഉച്ചഭക്ഷണം? കൊള്ളാം
ആണോ? നമ്മുടെ ബിരിയാണി എങ്ങനെ? സൂപ്പറാ. ആ. ഇനി പച്ചയില കൊണ്ടുള്ള തോരൻ, ചമ്മന്തി എല്ലാം കൊള്ളാം. അത് കഴിക്കുന്നുണ്ടോ? അതാണ് കഴിക്കേണ്ടത്, പച്ചയില കേട്ടോ. ഏത് വിഭവം ഏറ്റവും കൂടുതൽ ഇഷ്ടം? സ്കൂളിലെ വിഭവം ചോറും പൊരിപ്പും പപ്പടവും. അതാണ് ഏറ്റവും ഇഷ്ടം. അത് വീട്ടിലും കിട്ടുന്നല്ലേ? ആ, വേറെ ടേസ്റ്റ്. വേറെ സ്കൂളിലെ വേറെ ടേസ്റ്റ് ആണ്. വീട്ടില് തയ്യാറാക്കുന്നേക്കാൾ രുചി കൂടുതലാണ് അല്ലേ? എനിക്ക് ലെമൺ റൈസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ട. ലെമൺ റൈസ് ലെമൺ റൈസ്. ആ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? വീടുകളിലൊന്നും അങ്ങനെ അധികം വെക്കാറില്ല. അത് മാത്രമല്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. ആ, ഫ്രണ്ട്സിന്റെ കൂടെ കൂട്ടായിരുന്നു കഴിക്കുമ്പോൾ നല്ല പ്രത്യേകതയുണ്ട്. ആ, ആ, ലെമൺ റൈസ് വീട്ടിലങ്ങനെ സ്ഥിരം വയ്ക്കാറുള്ളതല്ല. അല്ല. അല്ല. ആ, ആ. അപ്പം നമ്മുടെ മെനു എന്തൊക്കെ വേണമെന്ന് ഉള്ള അത് ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നില്ല. ആ. ഇനി അടുത്ത ഓണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള മെനു ഒക്കെ ഇവിടെ ഒന്ന് പരിശോധിച്ച ശേഷം വേറെ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നുള്ള വിവരം ആലോചിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ നന്നാക്കാൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? മാത്സ്. ആ, മാത്സ്. ഏറ്റവും പ്രയാസമുള്ളത് ഏതാ? സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ്. ഓ, പിന്നെ ആ, ഓരോരുത്തർക്കും അങ്ങനെ ഏറ്റവും ഇഷ്ടം. ആ, അടുത്ത മോൾക്ക്. സോഷ്യൽ സയൻസ്. ആ, മലയാളത്തിലെ കഥയും കവിതയും എഴുതുന്ന ഒരാളിലുണ്ടായിരുന്നു. മോൾ എഴുതോ? കഥ എഴുതോ? ആ. ആഹാ, എത്ര കഥ എഴുതിയിട്ടുണ്ട്? പ്രിന്റ് ചെയ്തിട്ടുണ്ടോ പുസ്തകം? ഇല്ല. ചെയ്തിട്ടില്ല. മോളോ പുസ്തകം പ്രിന്റ് ചെയ്തിട്ടുണ്ടോ? മാഗസിനിലോ? സ്കൂൾ മാഗസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. മോൾ എഴുതിയ കവിത ഓർമ്മയുണ്ടോ? ഓർമ്മയെന്ന് ചൊല്ലാൻ പറ്റുമോ? ആ, അതറിയാം. ആ, ചൊല്ലിക്കോ. ചന്തമുള്ള മഴവില്ല്, 7 നിറമുള്ള മഴവില്ല്, ഭംഗിയുള്ള മഴവില്ല്, മഴ പെയ്താൽ ഉടൻ ആകാശത്ത് തെളിയും മഴവില്ല്. ആ, അടിപൊളി. എല്ലാരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് നോക്കട്ടെ കുട്ടികളെല്ലാം. മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ്, മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, മാവിൻകൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്, തിരുവാവണിരാവ്, മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. സൂപ്പർ 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 സൂപ്പർ. എങ്ങനെ സൂംബ ഡാൻസ് ഒക്കെ സ്കൂളിൽ കളിക്കാറുണ്ടോ നിങ്ങള്? മോൾക്ക് അറിയോ സൂംബ? അറിയോ? അറിയോ? ആർക്കും ഇവിടെ സൂംബ അറിയാ? മൈക്ക് മോൾക്ക് കൊടുത്തേ. മൈക്ക് മൈക്ക്. ആ, അതായത് സൂംബ അറിയോ? ഇല്ല. ആ, പാട്ട് പാടൂ. സിനിമ ഡാൻസ് ഒക്കെ. ആണോ? ആ, എങ്ങനെയാണ് ഡാൻസ് കളിക്കാൻ നമുക്ക്? ഏത് പാട്ട് വേണം? ആണോ? മോൾക്ക് കൂടി ഒരു പാട്ട് പാടി കൊടുക്കോ? ഏത് പാട്ടാ പാടി കൊടുക്ക? മോളെ ഏത് പാട്ട് പാടി കൊടുക്ക? ആ, ഓക്കെ. കണ്ണാടി കൂട്ടും. അപ്പൊ ഒരു ചേച്ചിമാരൊരു പാട്ട് പാടി തരും. മോള് കളിക്കാം കേട്ടോ. ഗംഭീരം ഗംഭീരം. മോളെ പേര് പറഞ്ഞില്ല. ആ, നിഹാരിക. ഗംഭീരായിട്ടോ. ഓക്കെ. സൂംബ ഡാൻസ് ഒക്കെ എങ്ങനെയുണ്ട് സ്കൂളിലെ? ആ, അതായത് സൂംബ ഡാൻസ് എങ്ങനെ വന്നറിയോ? നമ്മുടെ മുഖ്യമന്ത്രി അപ്പൂപ്പൻ ഉണ്ടല്ലോ, പിണറായി വിജയൻ. മുഖ്യമന്ത്രി അപ്പൂപ്പൻ പറഞ്ഞു ഇങ്ങനെ ഒരു സൂംബ ഡാൻസ് സ്കൂളിൽ സംഘടിപ്പിച്ചാൽ നിങ്ങളൊക്കെ ഭയങ്കര എനർജറ്റിക് ആവും, പഠിക്കാനൊക്കെ നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കേട്ട് മന്ത്രി അപ്പൂപ്പൻ നടപ്പിലാക്കിയതാണ് സൂംബ ഡാൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സൂംബ ഡാൻസ്? ആണോ?
സ്കൂളുകളിൽ ചെയ്യുന്നുണ്ടോ? ആ ഉണ്ടോ? അപ്പോൾ 2 സ്റ്റെപ്പ് വെച്ചാലോ സൂംബ ഡാൻസ്? ഓക്കെ, ഗംഭീരം ഗംഭീരം. ആർക്കാ അനുഭവം പറയാനുള്ളത് സൂംബ ഡാൻസ് കളിച്ചിട്ട്? സുംബ ഡാൻസ് കളിച്ചിട്ട് എനർജി കിട്ടുന്നുണ്ട്. അതൊരു വ്യായാമം കൂടിയാണ്. പഠിക്കാനൊക്കെ നല്ല ഉഷാറാണ്. ഇപ്പൊ എന്തൊക്കെയാ വീട്ടിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എന്താ പറയണോ? മോള് പറ, മോൻ പറ, മോള് പറ, മോൻ പറ. എനിക്ക് മാത്സ് ഇഷ്ടമാണ്. മാത്സ് ശരി, അവനും മാത്തമാറ്റിക്സ് ഇഷ്ടമാണ്. ഓക്കെ. അതായത് ഇപ്പോൾ ഊഞ്ഞാലൊക്കെ ഉണ്ടോ? അപ്പോൾ അത് മന്ത്രി അപ്പൂപ്പൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പുതിയ ഉടുപ്പെല്ലാം എടുത്തരല്ലേ വീട്ടിൽ നിന്ന്, ഓണമുടുപ്പ് അത് അന്നുണ്ടായിരുന്നു. പായസം 2-3 പായസമൊക്കെ ഇല്ലേ, കൂട്ടുകാരൊക്കെ ഒത്ത് കളിക്കാൻ പോവില്ലേ? പിന്നെ അപ്പൂപ്പനും അമ്മൂമ്മയും ചിറ്റപ്പനും കുഞ്ഞമ്മയും അമ്മാവനും അവരെല്ലാവരും വീട്ടിൽ വരില്ലേ? നിങ്ങളവരെല്ലാം വീടുകളിൽ പോവില്ലേ? അപ്പം അതെല്ലാം ഒരു രസമല്ലേ? അതൊക്കെ തന്നെയാണ് എൻ്റെ കാലത്തും ഉണ്ടായിരുന്ന ഓണം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുള്ളത്, മൊബൈൽ ഫോൺ നോക്കാറുണ്ടോ? അതിലെ കാര്യങ്ങളില്ല. കൂടുതൽ സമയം മൊബൈൽ ഫോൺ നോക്കാറുണ്ടോ? അത് സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല. എന്താ പറയുന്നത്? സ്കൂളിൽ കൊണ്ട് വാങ്ങിച്ചു വയ്ക്കും അവിടെ. പിന്നെ TV കാണാറുണ്ടോ? ടെലിവിഷൻ കാണാറുണ്ടോ? അല്ല, വാർത്ത കേൾക്കാറുണ്ടോ? ഉണ്ട്, വാർത്തയും കേൾക്കാറുണ്ട്, കഥയെല്ലാം കേൾക്കാറുണ്ട്. ഇപ്പം TV ഒരുപാട് ഇതേപോലുള്ള ഓണക്കളികളെല്ലാം ഉണ്ടാവും. അന്ന് ഞാനൊക്കെ നിങ്ങളുടെ പ്രായം ഉണ്ടായിരുന്നപ്പോൾ അന്ന് TV ഒന്നും ഇല്ലായിരുന്നു. അന്ന് കൂട്ടുകാരത്തുള്ള കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും കാലം മാറുന്നതനുസരിച്ച് കാര്യങ്ങളിലും വ്യത്യാസം വന്നാലേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓണക്കളികൾ ഏതൊക്കെയാ? ഉറിയടി, വടംവലി ഒക്കെ പഴയ കളികളാണ് അല്ലേ? വടംവലി ഇഷ്ടമാണ്. ഓക്കെ. ഓണസദ്യയിലെ ഏത് വിഭവമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉമ്മയ്ക്ക് പറയാനുണ്ട്. പായസം. ഏത് പായസം ഇഷ്ടം? എനിക്ക് പാലട ഇഷ്ടമാണ്. പിന്നെ സേമിയ പായസം ഇഷ്ടമാണ്. സേമിയ പായസം ഇഷ്ടമാണ്. ചോറും പരിപ്പ് ആണോ? എല്ലാവർക്കും ഉടുപ്പെല്ലാം എടുത്തോ? എല്ലാവരും എടുത്തോ ഉടുപ്പെല്ലാം? അതിന് എന്നിടുന്നത് നാളെയാണോ മറ്റന്നാളാണോ? നാളെ സ്കൂളിലാണ് ആഘോഷം. അപ്പം പ്രാവശ്യം ആദ്യമായിട്ട് സ്കൂളിൽ കളർ ഉടുപ്പെല്ലാം ഇട്ട് പോകാമല്ലോ. എല്ലാവരും അങ്ങനെ ഹാപ്പിയാണ് അല്ലേ? നിങ്ങളെ സ്കൂളുകളൊക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് റൂമുകളൊക്കെ കൊള്ളാം, എല്ലാം നല്ല കെട്ടിടങ്ങളൊക്കെയാണ്. ടീച്ചർമാരൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫ്രണ്ട്സ് പോലെയാണോ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്? ആണോ? എന്തൊക്കെയാ അനുഭവമുള്ളത്? മോൻ പറഞ്ഞു, സ്കൂൾ അനുഭവങ്ങൾ എന്തൊക്കെയാ? സ്കൂളിൽ കൂട്ടുകാർ കളിക്കാൻ കുറേ പേരുണ്ട്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. സ്കൂളിൽ പോകാൻ ആർക്കെങ്കിലും മടിയുണ്ടോ? ഇല്ല. നല്ല ഉച്ചഭക്ഷണവും അല്ലേ? പിന്നെ സൂംബ ഡാൻസ് ഉണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ്. എല്ലാം അടിപൊളിയാണ് അല്ലേ? നല്ല ക്ലാസ് റൂം, നല്ല കെട്ടിടം, എല്ലാവർക്കും നല്ല ആവേശമാണല്ലേ? ഓക്കെ. പരീക്ഷയ്ക്ക് നന്നായി എഴുതിയോ? ശരി. മന്ത്രി അപ്പൂപ്പനെ നിങ്ങൾ നേരെ കണ്ടല്ലോ. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സ്കൂളിലെ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ? ക്ലാസ് റൂമുകളിലെ യു ഷേപ്പിലുള്ള ബെഞ്ചിന്റെ അത് ആലോചിച്ചോണ്ടിരിക്കേ. അത് ഇഷ്ടമാണോ? ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്നത്. ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്നത് നോക്കാം. അങ്ങനെ നമ്മൾ ക്ലാസ് റൂമിൽ
ആ ഒരു യു ഷേപ്പിൽ അത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒത്തിരി കുട്ടികളുണ്ടല്ലോ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ എനിക്കറിയില്ല എൻ്റെ ക്ലാസ്സിൽ ഓൾമോസ്റ്റ് 48-50 കുട്ടികളുടെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു സംവിധാനം കൊണ്ടുവരുമ്പോൾ അതിൽ ബാക്കി അതിന് അതായത് ക്ലാസ്സിൻ്റെ വലിപ്പം കൂട്ടുക അല്ലെങ്കിൽ നമ്മുടെ ബോർഡിൻ്റെയൊക്കെ വലിപ്പം കൂട്ടുക അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെല്ലാം പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അത് ഒരു കുറ്റമറ്റതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഇപ്പോൾ ഉള്ള ക്ലാസ്സുകളിൽ ചെയ്യാനും പ്രയാസമായിരിക്കും, ചെറിയ ക്ലാസ്സുകളാണ്. അത് മാത്രമല്ല മൊത്തം കേരളത്തിൽ 14,000 സ്കൂളാണ്. 14,000 സ്കൂളിൽ ഇത് ചെയ്തവങ്ങൾ കോടിക്കണക്കിന് രൂപ വേണം. പുതിയതായിട്ട് കെട്ടുന്ന സ്ഥലങ്ങളൊക്കെ ആലോചിക്കാം. പുതിയ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ മാറണമല്ലോ, അതനുസരിച്ചുള്ള മാറ്റമാണ് സൂചിപ്പിച്ചത്. ലോകത്ത് പല സ്കൂളുകളിലും ഈ രൂപത്തിലുള്ള സംവിധാനമാണ്. അപ്പോൾ വളരെ സന്തോഷം. എൻ്റെ വീട്ടിൽ നിങ്ങളെല്ലാവരും വന്നു, വളരെ സന്തോഷം. നേരത്തെ ചോദിച്ച പോലെ ഇത് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമാണ്, ഗവൺമെൻറ്റിൻ്റെ വീടാണ്. മന്ത്രിമാർക്കെല്ലാം മന്ത്രിമാരായിരിക്കുന്നവരെ ഗവൺമെൻറ്റിൻ്റെ വീട്ടിലാണ് താമസിക്കേണ്ടത്. അങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്. ഒറ്റ പാട്ട് കൂടി പാടാല്ലേ നമുക്ക്, എന്നിട്ടങ്ങ് അവസാനിപ്പിക്കാം അല്ല? ഏത് പാട്ടാ പാടുക? തിരുവാവണി രാവ്. ഹാപ്പി ഓണം കൂട് ഷേക്കാൻ. ഹാപ്പി ഓണം. അപ്പോൾ ഹാപ്പി ഓണം എല്ലാവർക്കും. ഞങ്ങൾ കുട്ടികൾക്ക് സാർ നൽകുന്ന ഓണസന്ദേശം എന്താണ്? നന്നായി പഠിക്കുക, നന്നായി നല്ല ആത്മവിശ്വാസം ഉണ്ടാവുക. പഠനം മാത്രമല്ല, കല വേണം, കായികം വേണം. പിന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം. ജാതിയും മതത്തിനും ഒക്കെ അതീതമായി ഒറ്റക്കെട്ടായി മനുഷ്യൻ എന്നുള്ള നിലയിൽ പെരുമാറണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഗംഭീര സന്ദേശമാണ് മന്ത്രി അപ്പൂപ്പൻ തന്നത്. മിടുക്കരായി പഠിക്കുക, പഠനം മാത്രമല്ല കലാ ഇനങ്ങളിലും കായിക രംഗത്തും എല്ലാ ഇനങ്ങളിലും നിങ്ങൾ മിടുക്കരായിട്ട് മുന്നേറണം. യു ഷേപ്പ് പോലെ ഇപ്പോൾ വരാനിരിക്കുന്ന ബെഞ്ച് ഉണ്ടല്ലോ, ക്ലാസ് റൂം സംവിധാനം, അതുപോലെ എല്ലാവരും ഒന്നാമതെത്തുന്ന മിടുക്കരായിരിക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകണം. അപ്പോൾ അതിനുവേണ്ടിയാണ് മന്ത്രി അപ്പൂപ്പനും ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൈരളി ന്യൂസിൻ്റെ ഓണാശംസ.